ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്ന് കുറച്ച് ഗപ്പീസിനെ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഈ കട വരുന്നത് മണ്ണൂർ വളവിലെ പൂച്ചേരിക്കുന്നെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. കടയുടെ പേരാണ് യുപീസ് ഫിഷ് വേൾഡ്. ഏട്ടനാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് പറയുന്നുണ്ട് നമുക്ക് കുറച്ച് ഗപ്പീസിനെ വാങ്ങാമെന്ന്. അങ്ങനെ ഞങ്ങൾ വന്നതാണ് കേട്ടോ ഈ ഷോപ്പിലേക്ക്. ഇവിടെ ആണെങ്കിൽ അങ്ങനെ ഓവർ റേറ്റ് ഒന്നുമില്ല കേട്ടോ, ഒക്കെ അഫോർഡബിൾ റേറ്റ് ആയിട്ടുള്ള മീനുകളാണ്. ഞങ്ങളുടെ വീട്ടിലൊരു സിമെൻറ്റിൻ്റെ ചട്ടിയുണ്ട്, അപ്പോൾ അതിൽ ഇട്ടിട്ട് വളർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നല്ലത് ഗപ്പീസാണല്ലോ, അപ്പോൾ കുറച്ച് ഗപ്പീസിനെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ കുറേ മീനുകൾ ഉണ്ടായിരുന്നു കേട്ടോ, വെറൈറ്റി ടൈപ്സ് ഗപ്പീസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ നോക്കാതെയൊക്കെ ആയിട്ട് ചത്തുപോയി. അങ്ങനെ ടാങ്ക് ഇപ്പോൾ കാലിയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് മീനിനെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ആണെങ്കിൽ കുറേ ചെറിയ ചെറിയ മീനുകളുണ്ട് കേട്ടോ, അക്വേറിയത്തിലിട്ടിട്ട് വളർത്താൻ പറ്റിയ നല്ല ഭംഗിയുള്ള മീനുകളൊക്കെ ഉണ്ട്. ഞങ്ങൾ പിന്നെ ഗപ്പീനെയാണ് വാങ്ങിച്ചത്. എന്തായാലും ടാങ്കിലിട്ട് വളർത്താനല്ലേ എന്ന് വിചാരിച്ചിട്ട്. അതാകുമ്പോൾ പെട്ടെന്ന് ചത്തു പോകുമൊന്നുമില്ലല്ലോ. അവിടെ ചെന്നപ്പോൾ കുറേ മീനിനെ കണ്ടപ്പോൾ ഏത് മീനാണ് വാങ്ങിക്കാമെന്ന് കൺഫ്യൂഷനായി. അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കുമായിരുന്നു ഏതാ അപ്പോൾ വാങ്ങാമെന്ന്. അങ്ങനെ ഞങ്ങൾ അവരോട് പറഞ്ഞു ഞങ്ങൾക്ക് ചട്ടിയിലിട്ടിട്ട് വളർത്താൻ വേണ്ടിയിട്ടാണ്, അപ്പോൾ ഏതാ നല്ലതെന്ന് ചോദിച്ചപ്പോൾ അവർ ഞങ്ങൾക്ക് ഈ മീനിനെ കാണിച്ചു തന്നു കേട്ടോ. പിന്നെ എന്തോ ഒരു പേര് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് എന്താണെന്ന് ഇപ്പോൾ ഓർമ്മയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ മീനിൻ്റെ പേര് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ മീനിന് ജോഡിക്ക് 30 രൂപയാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ മീനിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അവിടുത്തെ ചേച്ചി മീനിനെ പിടിച്ച് തരികയാണ് കേട്ടോ. ഇത് പെട്ടെന്ന് പിടിക്കാൻ കഴിയണേ ഇല്ല, മീനാണെങ്കിൽ ഓടി കളിക്കുകയാണ്. അപ്പോൾ ചേച്ചി പറയാം ഇതിനെ പെട്ടെന്ന് പിടിക്കാൻ കിട്ടൂല എന്ന് പറയുമായിരുന്നു. അങ്ങനെ കുറേ നേരത്തെ ഓട്ടപ്പാച്ചിലിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് 4 മീനിനെ കിട്ടി കേട്ടോ. പിന്നെ ഇത് മെയിലും ഫീമെയിലും തിരിച്ചറിയാനുള്ള പ്രായം ആയിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്തായാലും രണ്ടും ഉണ്ടാകുമെന്ന് അവർ പറഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾ വേറെ സാദാ ഗപ്പിയില്ലേ, സാദാ ഗപ്പി 2 എണ്ണത്തിനെയും വാങ്ങിച്ചു കേട്ടോ. അതിന് ജോഡിക്ക് 40 രൂപയാണ് വന്നത്. നമുക്ക് ഏത് മീനിനെ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അവർ അതിനെ പിടിച്ച് തരും കേട്ടോ. അങ്ങനെ കുറച്ച് നേരത്തെ പരിശ്രമത്തിന് ശേഷം അതിനെയും പിടിച്ചു. പിന്നെ ആ ചേച്ചി ഞങ്ങൾക്ക് കവർ നന്നായിട്ട് കെട്ടിത്തന്നു കേട്ടോ. അപ്പോൾ ഞാൻ 2 ടൈപ്പ് മീനിനെയാണ് വാങ്ങിച്ചത്. ഫസ്റ്റ് കണ്ട ആ മീനിനെ 2 ജോഡി വീതവും, പിന്നെ ഒരു ജോഡി വേറൊരു ഗപ്പീനെയും. വേറെ ഒരുപാട് മീനുകളുണ്ട് കേട്ടോ. പിന്നെ അക്വേറിയത്തിലിട്ട് വളർത്താനല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതിനെയൊന്നും നോക്കാൻ നിന്നിട്ടില്ല. പിന്നെ എനിക്കങ്ങനെ മീനിനെ കുറിച്ചിട്ട് വലിയ ഐഡിയ ഒന്നുമില്ല കേട്ടോ. എനിക്ക് ആകെ അറിയുന്ന മീനിൻ്റെ പേര് ഗോൾഡ് ഫിഷും ഗപ്പിയാണ്. വേറെ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ എനിക്കങ്ങനെ മീനിൻ്റെ പേരൊന്നും അറിയില്ല. അപ്പോൾ അവർ പറയുന്നുണ്ട് എന്താ അലിഗേറ്റർ ഫിഷ്, അരാപ്പൈമ, എന്തൊക്കെയോ മീനിൻ്റെ പേര് അവരിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ശീതേട്ടനായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, ഞാനിങ്ങനെ കേട്ട് നിന്നെന്ന് മാത്രം. പിന്നെ ഹരിനന്ദന്മാർക്ക് അറിയാൻ മതിയായിരിക്കും ഇതിൻ്റെ പേരുകളൊക്കെ. അവർക്ക് ഒരുവിധം എല്ലാ മീനുകളുടെ പേരും അറിയാം. പിന്നെ ഈ ഷോപ്പിൽ അവർ കഴിഞ്ഞ ദിവസം വന്നിട്ട് എന്തൊക്കെയോ ചെറിയ മീനുകളൊക്കെ വാങ്ങിച്ച് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ മീനുകളെയും വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് പോന്നു കേട്ടോ. പിന്നെ വീട്ടിലെത്തിയിട്ട് അതിൻ്റെ കെട്ടഴിച്ചിട്ട് ഒരു പാട്ടയിൽ വെച്ചു കേട്ടോ. കവർന്ന് ഞങ്ങൾ പുറത്തേക്ക് എടുത്തിട്ടില്ല. ഇനി നമുക്ക് നമ്മുടെ മീനുകളെയൊക്കെ ചട്ടിയിലേക്ക് മാറ്റാം കേട്ടോ. ഇനി അതിനുള്ള പരിപാടി നോക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ സിമെൻറ്റിൻ്റെ ചട്ടി. ഇത് കുറേ കാലം മുമ്പ് ശീതേട്ടൻ വാങ്ങി വെച്ചതാണ്. പിന്നെ ഇതിൽ മീനിനൊക്കെ വളർത്തിയിട്ടുണ്ടായിരുന്നു, പൂഴിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഹരിനന്ദന്മാരൊക്കെ പുറത്തേക്ക് എടുത്തിട്ടതാണെന്ന് തോന്നുന്നു. അതിൻ്റെ ചുറ്റോടും പൂഴിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഏട്ട അതിലൊക്കെ കൈയിട്ട് കഴുകി. പിന്നെ ഇത് പുറത്ത് തന്നെയാണ് വെച്ചത്, അതുകൊണ്ട് തന്നെ എപ്പോഴും മഴ കൊള്ളണോണ്ട് വലിയ ചളിയൊന്നുമില്ല കേട്ടോ.
എന്നിട്ട് നമ്മുടെ ടാങ്കിലേക്ക് നമ്മുടെ മീനിൻ്റെ കവർ കുറച്ച് നേരം ഇറക്കി വെച്ചു കേട്ടോ. അതിൽ രണ്ടിൻ്റെയും ടെമ്പറേച്ചർ ഒരേപോലെ ആവാൻ വേണ്ടിയിട്ട്. നമ്മൾ കൊണ്ടുവന്ന ഗപ്പീസ് മുകളിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്, മറ്റ് മീനുകളൊക്കെ അടിയിലാണ്. പിന്നെ ഈ സംഭവം മുമ്പ് ഹരിനന്ദന്മാരുണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. ഇവിടെ പൈപ്പിൻ്റെ അടുത്ത് തന്നെ കണ്ടപ്പോൾ ഞങ്ങൾ അത് എടുത്ത് അതിലേക്ക് വെച്ചതാണ് കേട്ടോ. മഴ പെയ്യുമ്പം വെള്ളം ടാങ്കിൽ നിറയുമല്ലോ, അപ്പോൾ ആ വെള്ളം പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. ഞാൻ പറഞ്ഞില്ലേ ഇവർക്ക് മീനിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ യൂട്യൂബിൽ ഓരോ വീഡിയോസ് കണ്ടിട്ട് അവരുണ്ടാക്കിയതാണിത്. പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ബീച്ചിൽ പോയപ്പോൾ അവിടുന്ന് പെറുക്കിയെടുത്തതായിരുന്നു. അങ്ങനെ കുറച്ച് ശംഖുകളും അതിലേക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കേട്ടോ. പിന്നെ ഞങ്ങൾ അതും ഈ ടാങ്കിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ കുഞ്ഞ് ടാങ്കിൻ്റെ വിശേഷങ്ങൾ. എല്ലാവർക്കും നമ്മുടെ മീൻ കുഞ്ഞുങ്ങളെയൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബായ്.